26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായതോടെ വിമാന സർവീസുകൾ താളം തെറ്റി. ജൂലൈ 29 വരെ ഗൾഫ് വ്യോമാതിർത്തി ഒഴിവാക്കാൻ വിമാന കമ്പനികൾക്ക് അടിയന്തര മുന്നറിയിപ്പ് നൽകി. വിമാനത്താവളമടക്കം ആക്രമിക്കപ്പെട്ടതിനാൽ നിരവധി വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. ഇത് പ്രവാസികളെ സംബന്ധിച്ച് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നതാണ്. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായതോടെ വിമാന സർവീസുകൾ പാടി താളം തെറ്റിയിരിക്കുകയാണ്. ഈ ജൂലൈ 29 വരെ ഗൾഫ് വ്യോമാതിർത്തി ഒഴിവാക്കാൻ വിമാന കമ്പനികൾക്ക് അടിയന്തര മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി. സൗദിക്ക് നേരെ നടന്ന മിസൈൽ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് ദുബായ്, ഷാർജ എന്നിവിടങ്ങളിൽ നിന്നുള്ള നിരവധി സർവീസുകളായിരുന്നു റദ്ദാക്കിയത്. UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത് എന്നീ ഗൾഫ് രാജ്യങ്ങളുടെ വ്യോമാതിർത്തി 29 വരെ പൂർണ്ണമായും ഒഴിവാക്കാനാണ് വിമാന കമ്പനിക്ക് മുന്നറിയിപ്പ് കിട്ടിയത്. പശ്ചിമേഷ്യൻ മേഖലയിൽ സിവിൽ ഏവിയേഷൻ രംഗം നേരിടുന്ന ഉയർന്ന അപകട സാധ്യത മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു നടപടി. വെടിനിർത്തൽ കരാറുകൾ ലംഘിക്കപ്പെട്ടതും വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണവുമാണ് വ്യോമപാതയടയ്ക്കാനുള്ള പ്രധാന കാരണം. സൈനിക പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടയിൽ സിവിൽ വിമാനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുകയും അപകടത്തിൽപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. യൂറോപ്യൻ എയർലൈനുകൾക്കും യൂറോപ്പിലേക്ക് സർവീസ് നടത്തുന്ന മറ്റു വിമാനങ്ങൾക്കും ഈ റൂട്ട് മാറ്റം ബാധകമാണ്. US-ഉം ഇറാനും തമ്മിൽ മുമ്പുണ്ടാക്കിയ വെടിനിർത്തൽ കരാറുകൾ ആവർത്തിച്ച് ലംഘിക്കപ്പെട്ടതോടെയാണ് ഗൾഫ് മേഖലയിലെ സുരക്ഷാ സ്ഥിതി അതീവ ഗുരുതരമായതും. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങളും വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളുമൊക്കെ ഇതിനെതിരെയുള്ള US സൈന്യത്തിന്റെ പ്രതിരോധ നടപടികളും വ്യോമപാതയിലെ സുരക്ഷയെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ നിലകൊള്ളുന്ന US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് മിസൈൽ അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരം മിസൈലുകളുടെ അമിത പറക്കൽ, സൈനിക പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന അവശിഷ്ടങ്ങൾ വീഴൽ എന്നിവയൊക്കെ യാത്രാ വിമാനങ്ങൾക്ക് ഭീഷണിയാണ്. മേഖലയിൽ സൈനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമായതുകൊണ്ട് തന്നെ സിവിൽ വിമാനങ്ങൾ സൈനിക വിമാനങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാനും അപകടത്തിൽപ്പെടാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ പെട്ടെന്നുണ്ടാകുന്ന സൈനിക നീക്കങ്ങൾക്കിടയിൽ വിമാനങ്ങളുടെ റൂട്ട് പെട്ടെന്ന് മാറ്റാൻ കമ്പനികൾക്ക് ആവശ്യത്തിന് സമയം ലഭിച്ചേക്കില്ല. ഇതൊഴിവാക്കാൻ വേണ്ടിയാണ് മുൻകരുതൽ നടപടി എന്ന നിലയിൽ വ്യോമാതിർത്തികൾ ഇപ്പോൾ തന്നെ ഒഴിവാക്കാൻ കർശന നിർദ്ദേശം നൽകിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.